ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്ത്യൻ വീടുകൾ അമ്മച്ചിമാർ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ സൺഡേ ഒക്കെ ഒറ്റ ഡയലോഗുള്ളൂ പറയാനായിട്ട്. പള്ളി പോടാ പള്ളി പോടാ പള്ളി പോടാ. ഇത് തന്നെ നമ്മുടെ വീട്ടിലൊട്ടും കുറവൊന്നുമല്ല കേട്ടോ ആ ഡയലോഗിന്. രാവിലെ എഴുന്നേറ്റ തൊട്ടത് കേൾക്കുന്നതാണ് പള്ളി പോടാ പള്ളി പോടാ. നമുക്ക് പിന്നെ പള്ളി പോകാനായിട്ട് ഇച്ചിരി മടികളുള്ള കൂട്ടത്തിലായതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട കാര്യം. അപ്പോൾ ഞാൻ സാധാരണ കോട്ടയ്ക്ക് പള്ളിയിലൊക്കെയാണ് പോവുകയാണെങ്കിൽ പോകാറുള്ളത്. നമ്മുടെ പള്ളിയിൽ പോകൽ കുറവാണ്. പിന്നെ ഇന്ന് ഇപ്പോൾ തൃശ്ശൂർ പോയാറുണ്ട് വേഗം പുത്തമ്പള്ളിയുടെ പരിസരത്ത് നിന്ന്. പുത്തമ്പള്ളി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുർബാന കാണാനല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി ഒരു 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. നമുക്കൊരു സമാധാനമാണ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ. പിന്നെ പഴയ പള്ളികളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഒരു 100 കൊല്ലമായിട്ട് നമ്മുടെ പുത്തമ്പള്ളി, അന്ന് അവിടെ ചെന്നപ്പോൾ 100 എന്നൊക്കെ എഴുതി വെച്ച് കണ്ടപ്പോൾ ഞാൻ അത് അറിഞ്ഞത്. അതിൻ്റെ ആഘോഷങ്ങൾ പരിപാടികൾ നടക്കുന്നുണ്ട്. അതേപോലെ സെപ്റ്റംബർ 15-ാം തീയതി അവിടെ മാതാവിൻ്റെ ഊട്ടുന്നാളുണ്ട്. അത് തവണത്തെ ഗംഭീര പരിപാടി ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നവംബർ ലാസ്റ്റത്തെ സൺഡേ ആണ് അവിടുത്തെ മെയിൻ പെരുന്നാൾ. അതും ഉഷാറായിരിക്കും, രക്ഷ ഉണ്ടാവില്ല ഇതവിടുത്തെ. അപ്പോൾ എല്ലാവരും പങ്കെടുത്തോളൂ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ പതുക്കെ കിടന്ന് വെള്ളയപ്പങ്ങാടിക്കായിരുന്നു. ആദ്യം മരിയങ്ങാടിയിലൊക്കെ പോയി ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് പിന്നെ വെള്ളയപ്പങ്ങാടി പോയി കുറച്ച് വെള്ളയപ്പവും അച്ചപ്പൊക്കെ മേടിച്ച് പതുക്കെ വീട്ടിലേക്ക് വന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു ഓൾ.